ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ആയോന്നറിയില്ല ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ചിലപ്പം ഡെയിലി ഇടുന്ന വീഡിയോ അന്നത്തെ തന്നെ വീഡിയോ ആയിരിക്കുമല്ലോ, ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ എടുത്ത വീഡിയോസ് ആയിരിക്കും എഡിറ്റ് ചെയ്ത് ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസൊന്നും എടുക്കാത്തത്. ഓക്കെ, പിന്നെ വേറെ എന്താ പറയേണ്ടത്, എന്താ പറയുക, ഇങ്ങനെ പുറക്കിരുന്നിട്ട് എനിക്ക് തോന്നുന്നു ഇക്കാൻ്റെ പുറക്കുന്ന വന്നതിന് ശേഷം ഒരു വീഡിയോ മറ്റേ ചെയ്യുന്നു തോന്നുന്നല്ലോ, ഒരു നൈറ്റ് വ്ളോഗ് അങ്ങനെ ഒന്നും ചെയ്തിന്, വേറെ വീഡിയോസ് ഒന്നും. പിന്നെ നമ്മൾ പാർച്ചയിൽ പോയ ഒരു വീഡിയോ കാണാത്തിരണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണാം കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും തമിഴിൽ കണ്ടിട്ടുണ്ടാവും. ഒരു അടിപൊളി സാധനം പരിചയപ്പെട്ടാൽ അത് ഇപ്പോഴത്തെ വൈറൽ സാധനം ഒന്നും അല്ല, എന്നാലും എന്താ പറയുക, ഒരു സാധനം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതാണ് കേട്ടോ ആ ഒരു സംഭവം. എന്താണെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് അന്ന് നോമ്പിൻ്റെ ടൈമിലാണ് ഞാൻ എന്താ പറയുക, നോമ്പിൻ്റെ റമദാൻ വീഡിയോസ് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തായാലും എൻ്റെ ഹെയർ ബാൻഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും അപ്പാക്കുന്ന തിരക്കിൽ, അപ്പമാക്കേണ്ട വീഡിയോ നോക്കുന്ന തിരക്കിൽ ആ ഒരു വീഡിയോ അങ്ങനെ ആരും കണ്ടിട്ടില്ല. പക്ഷേ അതൊരു അടിപൊളി സാധനമാണ് കേട്ടോ, ഒരു ഹെയർ ബാൻഡ്, ഇങ്ങനെ നല്ല ഹെയർ സ്റ്റൈലിന് പറ്റിയൊരു ഹെയർ ബാൻഡ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെരുന്നാൾക്ക് ആ ഹെയർ ബാൻഡാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ അത് കാണാത്ത വേണ്ടെങ്കിൽ കാണും കേട്ടോ, മസ്റ്റായിട്ട്. കാരണം അടിപൊളി സാധനം. പക്ഷേ അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വേഗം പൊട്ടും. കാരണം ഒരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടേൻ്റെ കയ്യിൽ നിന്നല്ല, ഷെൻജിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പാടില്ലെന്ന്. പക്ഷേ അവളെ കയ്യിൽ നിന്ന് അവളെന്തോ ആക്കുമ്പോൾ അത് കഷ്ണമായി പോയി. പക്ഷേ പ്ലാസ്റ്റിക് ആണ് സംഭവം. പക്ഷെ നല്ല യൂസ്ഫുൾ, അടിപൊളി ഹെയർ സ്റ്റൈൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ആ സാധനം കൊണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇനി ഒരു സാധനം പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ സെൽഫി റിംഗ് ലൈറ്റാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുകയാണെങ്കിൽ രാത്രി, ചിലപ്പോൾ രാത്രി ആയിരിക്കും എവിടെയെങ്കിലും പോകാനിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ റൂമിൽ എന്ന് വെച്ചാൽ എന്താ പറയുക, ഡ്രസ്സിങ് റൂമിൽ, ഞാൻ ടേബിൾ ഉള്ള റൂമിൽ അവിടെ ലൈറ്റ് അങ്ങനെ കിട്ടും, എന്നാലും നമ്മളെ ഫേസിലേക്ക് ഡയറക്റ്റ് കിട്ടില്ല. അപ്പോൾ കുറച്ച് ഹൈറ്റിലാണ് ലൈറ്റ് ഉള്ളത്, മനസ്സിലായി. ഡ്രസ്സിങ് റൂമിൽ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ലൈറ്റ് ഉണ്ട്. പക്ഷെ അത് ഞാൻ അവിടെ ഫോം വെക്കുന്ന ആ ഒരു ഏരിയയൊക്കെ എൻ്റെ ഫേസിലേക്ക് അങ്ങനെ അധികം കിട്ടില്ല. അപ്പം ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ അല്ല എൻ്റെയും ഉണ്ടായി. ഞാനിത് വെച്ചിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഫോൺ എടുത്ത്, എൻ്റെ ഫോൺ അല്ല. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ മാത്രമല്ല, നമുക്കിപ്പം വേറെ എന്തെങ്കിലും വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ രാത്രി ആണെങ്കിൽ അറിയാമല്ലോ, ക്ലാരിറ്റി രാത്രി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിന് വെറും 145 രൂപ മാത്രമേ ഉള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസിനാണ് ഈ സംഭവം. ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ സംഭവം എന്തായാലും കാണിച്ചത്. ഞാൻ പറഞ്ഞ് ഒരുപാട് ദീർഘിപ്പിച്ചു. അപ്പോൾ സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. പാക്കൊക്കെ പൊളിച്ചിട്ട് വന്നിട്ട് ഒരു 3-4-5 ദിവസമായെന്ന് തോന്നുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. അപ്പം ഞാൻ കാണിച്ചു തരാം സംഭവം എന്താണ്. ഇതാണ് കേട്ടോ റിംഗ് ലൈറ്റ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കേബിളുണ്ട്, ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കേബിളുണ്ട്. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇത് നമുക്ക് ഫോണിന് ക്ലിപ്പ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലിപ്പ് പോലെ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് 3 ഷെയ്ഡാണ് വരുന്നത്. ലൈറ്റ് കുറച്ച് ഡാർക്ക്, പിന്നെ നല്ലോണം ഡാർക്ക്, അങ്ങനെ. അതായത് 1 2 3 ഇങ്ങനെയാണ് ലൈറ്റ് വരുന്നത്. കണ്ടില്ലേ? ഇപ്പം എന്താ പറയുക, അപ്പോൾ ഇതെങ്ങനെ ഫോണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് ഇവിടെയാണ് ചാർജ് ചെയ്യുന്ന സംഭവം. പക്ഷെ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്ന ആ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഞാൻ കുത്തി നോക്കി, പക്ഷെ ചാർജ് കയറുന്ന എവിടെ അങ്ങനെ കാണിക്കുന്നില്ല. ചിലതിൽ നമുക്ക് റെഡ് ലൈറ്റൊക്കെ ഉണ്ടാവുമല്ലോ ചാർജ് കയറുമ്പം മനസ്സിലാവേണ്ട. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇതിൽ ഓൾറെഡി ചാർജ് ഉണ്ടായതുകൊണ്ടാണ് കാണാത്തതെന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ഫോണിൽ അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഉമ്മാൻ്റെ ഫോൺ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഇതിൻ്റെ കുറേ റിവ്യൂസ് ഞാൻ നോക്കിയിട്ടുണ്ട്. അതിലൊക്കെ അവർ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ക്യാമറയിൽ വെച്ചിട്ടാണ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായി. കാരണം നമുക്ക് നമ്മൾ ഫോട്ടോസൊക്കെ സെൽഫി അല്ലാതെ നോർമൽ ഫോട്ടോസ് ബാക്ക് ക്യാമറയിൽ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെച്ചു അയ്യോ ബാക്ക് ക്യാമറയിൽ വെക്കാൻ പറ്റുമെന്നുള്ള ഡൗട്ട് അടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ ഇത് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതെവിടെ ഇങ്ങനെ ക്യാമറ വരും. അപ്പോൾ
അപ്പോൾ ഇതാ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കാം. മനസ്സിലായോ? നമ്മൾ ഫോട്ടോ എടുക്കാം. വീഡിയോ ആണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോകാനൊക്കെ അറിയില്ല. അഥവാ നമുക്ക് ഇപ്പോൾ പുറത്ത് പോയിട്ടൊരു ഡാർക്ക് കുറച്ച് ലൈറ്റ് ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുള്ളാവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഫ്രണ്ട് ക്യാമറയിൽ വെക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ബാക്ക് ക്യാമറയിൽ എങ്ങനെ വെക്കുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ബാക്ക് ക്യാമറയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ച ക്യാമറ എവിടെ മാറിയും. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതും ലൈറ്റല്ല വെക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ സൈഡ് ഭാഗമായിട്ടാണ് നമ്മൾ ബാക്ക് ക്യാമറയിൽ വെക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ അപ്പം ബാക്ക് ക്യാമറയിൽ വെച്ചത് എങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ വെളിച്ചത്താണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് എഫക്റ്റ് മനസ്സിലാവുന്നുണ്ടാവില്ല. ഓക്കെ, കണ്ടില്ലേ? ഇതാണ് ഫുള്ളായിട്ട്. ഇപ്പം ഇത് ലൈറ്റ് ഇട്ടിട്ട് ഇത് ലൈറ്റ് ഇല്ലാതെ മനസ്സിലാവുന്നുണ്ടോ? കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പുതിയതായിട്ട് പഠിച്ചൊരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്തി തരണം എന്ന് തോന്നി. കാരണം മറ്റേ വേറെ വീഡിയോസൊന്നും ഇല്ല എടുക്കാൻ വേണ്ടിയിട്ട് സത്യം. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തെങ്കിലും വീഡിയോ ഇടണ്ടേ അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇടണ്ടേ വിചാരിച്ചിരുന്ന് അങ്ങനെ കുറേ ദിവസം എടുക്കണം ചോദിച്ചാൽ എന്താ പറയുക, കഴിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നെടുത്തു വീഡിയോ. പിന്നെ ഇതാണ് നമ്മുടെ അടിപൊളി സാധനം. ഓക്കെ, ഇത് ജസ്റ്റ് പരിചയപ്പെടുത്താൻ ഞാൻ വിചാരിച്ചു. അത്ര 145 രൂപയാണ് കേട്ടോ വരുന്നത്. ആ ഒരു റേറ്റിന് ഈ ഒരു സംഭവം അടിപൊളിയാണ്. ഓക്കെ, ഇത് നമുക്ക് നമ്മളെ ഫോണിൽ തന്നെ ഇറക്കണമെന്നില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ ഇറക്കിയിട്ട് അങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് എവിടെ വെക്കണമെങ്കിൽ ഇത് വെക്കാം. ഇപ്പോൾ ജനലിൻ്റെ ഈ ഒരു കമ്പിക്ക് വെക്കണമെങ്കിൽ അവിടെ വെക്കാം, എങ്ങനെയും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു സെൽഫി റിംഗ് ലൈറ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സാധനത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റിലോ നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ടാറ്റാ ബൈ.